പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ആനുകൂല്യങ്ങളായ ക്ഷേമ പെൻഷൻ, സൗജന്യ ഓണക്കിറ്റ്, സ്പെഷ്യൽ അരി എന്നിവയുടെ വിതരണത്തിൽ മാറ്റങ്ങൾ വരുവാൻ പോകുന്നുവെന്ന വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ് സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് റേഷൻ കടകൾക്ക് പകരം സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി നൽകുവാൻ ആലോചന. ഈ വർഷവും 5,87,000 വരുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് പ്രധാനമായും കിറ്റ് നൽകുന്നത്. മുൻവർഷങ്ങളിൽ റേഷൻ കടകൾ വഴിയായിരുന്നു കിറ്റ് വിതരണം. ചുരുങ്ങിയ എണ്ണം കിറ്റുകൾ റേഷൻ കടയിലെത്തിക്കുവാനുള്ള പ്രയാസവും കിറ്റുകൾ മുൻപ് വിതരണം ചെയ്ത ഇനത്തിൽ കമ്മീഷൻ കുടിശ്ശിക നൽകാത്തതിൽ റേഷൻ വ്യാപാരി സംഘടനകൾക്കുള്ള പ്രതിഷേധവും കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം. സപ്ലൈകോയുടെ മാവേലി സ്റ്റോർ ഉൾപ്പെടെയുള്ള വിൽപ്പനശാലകൾ വഴി നിലവിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി സാധനങ്ങൾ നൽകുന്നുണ്ട്. ഇതേ സംവിധാനം സൗജന്യ കിറ്റ് വിതരണത്തിനും ഉപയോഗിക്കുവാനാണ് നീക്കം. എന്നാൽ റേഷൻ കാർഡ് ഉടമകൾ ഏത് സപ്ലൈകോ വിൽപ്പനശാലയെയാണ് സമീപിക്കേണ്ടതെന്ന് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ ഇതിടയാക്കുമെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ഓരോ റേഷൻ കാർഡ് ഉടമയും ഉൾപ്പെടുന്ന റേഷൻ കട ഏതാണെന്ന് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടെങ്കിലും സപ്ലൈകോ വിൽപ്പനശാലകളുടെ കാര്യത്തിൽ ഈ വ്യക്തതയില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റേഷൻ കട വഴിയാണോ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയാണോ കിറ്റ് വിതരണം ഉണ്ടാവുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമതായി, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ ധനസഹായ പദ്ധതിയായ ക്ഷേമ പെൻഷൻ വിതരണമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 2 മാസത്തെ പെൻഷൻ തുകയാണ് ഓണക്കാലത്ത് സർക്കാർ വിതരണം ചെയ്യുന്നത്. ഈ ഓണക്കാലത്തും 2 മാസത്തെ പെൻഷൻ തുകയായ 3,200 രൂപ വീതം വിതരണം ചെയ്യുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 1,800 കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത്. ഓണത്തിനും ഓണം കഴിഞ്ഞുമുള്ള ചിലവുകൾക്കായി 5,000 കോടി രൂപ ഉടൻ കടമെടുക്കുവാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളം. ഈ വർഷം കേരളത്തിന് 37,512 കോടി രൂപയാണ് കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചത്. ഇതിൽ 21,253 കോടി രൂപ ഡിസംബർ വരെ എടുക്കാം. ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക എടുക്കാനാവുക. എന്നാൽ ഇന്ന് ഓഗസ്റ്റ് 27-ന് 3,000 കോടി രൂപ കൂടി കടമെടുത്തതോടെ 700 കോടി രൂപ മാത്രമേ ഡിസംബർ വരെ കടമെടുക്കുവാനായി ഇനി ശേഷിക്കുന്നുള്ളൂ. ഇതുകൊണ്ട് ഓണച്ചിലവുകൾ നടത്തുവാൻ കഴിയില്ലെന്നാണ് കേന്ദ്രത്തെ കത്ത് മുഖേന കേരളം ധരിപ്പിച്ചിരിക്കുന്നത്. അവസാന 3 മാസത്തേക്ക് എടുക്കുവാനായി മാറ്റിവെച്ചിരിക്കുന്ന തുക കൂടി ഉടൻ കടമെടുക്കുവാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. കേന്ദ്രം അനുകൂല സമീപനം എടുക്കുമെന്നാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഓണാഘോഷം സർക്കാർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഉത്സവബത്തയും ഇക്കുറിയും നൽകുവാനാണ് സാധ്യത. ശമ്പളം, പെൻഷൻ, ബോണസ്, മുൻപ് കടമെടുത്തതിൻ്റെ പലിശ, ക്ഷേമ പെൻഷൻ എന്നീ ചിലവുകൾക്കായി 20,000 കോടിയിലേറെ രൂപ ഈ മാസം വേണ്ടിവരും. ഓണത്തിന് പിന്നാലെ സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ പെൻഷനായി 3,200 രൂപയാണ് ഓണത്തിന് മുൻപ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി എത്തുക. ഓഗസ്റ്റ് മാസ പെൻഷനും 5 മാസ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടകവും ചേർത്തായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക. നിലവിൽ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ നടത്തുന്നുണ്ടെങ്കിലും ഓണത്തിനു ശേഷം സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീഴുമെന്നതിനാൽ സെപ്റ്റംബർ അവസാനം മുതലുള്ള വിതരണം എങ്ങനെയായിരിക്കുമെന്നതിൽ ആശങ്കയുണ്ട്. ഓണക്കാലത്തെ ക്ഷേമ പെൻഷന് എന്നു മുതലായിരിക്കും വിതരണം ആരംഭിക്കുക എന്നത് വരും ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ധനമന്ത്രിയോ പ്രഖ്യാപിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.